ഒരു നിറഞ്ഞിരിക്കുന്ന എള്ളെണ്ണക്കുടം ഒരു ഗർഭിണിയായ സ്ത്രീ തലയിൽ വെച്ച് നടക്കുന്നത് പോലെയാകണം നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓരോ ദേവതയ്ക്കും പ്രദക്ഷിണം എത്ര ചെയ്യണമെന്ന് ചോദിച്ചാൽ 21 പ്രദക്ഷിണമാണ് ശരിയായ ഉത്തരം. ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ചെല്ലുമ്പോൾ ക്ഷേത്ര ദർശനത്തിന് ചില കണക്കുകളും ഒക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഓരോ ദേവതകൾക്കുള്ള പ്രദക്ഷിണം, എങ്ങനെയൊക്കെ പ്രദക്ഷിണം ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും. പലർക്കും അറിയില്ല ക്ഷേത്രത്തിൽ ചെന്ന പ്രദക്ഷിണം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന്. പ്രദക്ഷിണമല്ല, പ്രദക്ഷിണമാണ് കേട്ടോ. ക്ഷേത്ര പ്രദക്ഷിണം. പ്രദക്ഷിണം എന്നാൽ പ്രകർഷേണ മോക്ഷദായകം, രോഗശമനം, ക്ഷേമവർദ്ധകം എന്നിവയാണ് അർത്ഥമാക്കുന്നത്. ഒരു നിറഞ്ഞിരിക്കുന്ന എള്ളെണ്ണക്കുടം ഒരു ഗർഭിണിയായ സ്ത്രീ തലയിൽ വെച്ച് നടക്കുന്നത് പോലെയാകണം നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നടക്കുമ്പോൾ നാമജപമോ മൂലമന്ത്രമോ ജപിക്കാം. ഓരോ ദേവതയ്ക്കും പ്രദക്ഷിണം എത്ര ചെയ്യണമെന്ന് ചോദിച്ചാൽ 21 പ്രദക്ഷിണമാണ് ശരിയായ ഉത്തരം. അതാണ് ഉത്തമം. 21 പ്രദക്ഷിണം ഇന്ന് ആരെങ്കിലും ചെയ്യാറുണ്ടോ? പ്രദക്ഷിണത്തിന് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വലം വെച്ച് ഓടിപ്പോരണം. അതാണ് ഓരോരുത്തർക്ക് ഇന്ന് സമയമില്ല. അതാണ് സപ്താവരണങ്ങളുടെ ത്രിഗുണാമത്യത്തെ വാനിൽ ലയിപ്പിച്ച് ചേർക്കുന്ന സംഖ്യയാണ് 21. അതുകൊണ്ടാണ് 21 പ്രദക്ഷിണം എന്ന് പറയുന്നത്. 21 നിൽക്കട്ടെ, അല്ലാതെ സാമാന്യമായ പ്രദക്ഷിണം വേറെയാണ്. അത് ഓരോ ദേവതകൾക്കും ഇത്രയൊക്കെ എന്നുള്ളതുണ്ട്, അത് ചെയ്യാം. ഗണപതിക്ക് ഒരു പ്രദക്ഷിണമാണ് പറഞ്ഞിട്ടുള്ളത്. ഗണപതിക്ക് ഒരു പ്രദക്ഷിണം എന്തിനാണ്? വിഘ്നനാശത്തിനുള്ളതാണ്. ഗണപതിക്ക് ഒരു പ്രദക്ഷിണം വിഘ്നനാശത്തിന്. ഗണപതിയെ ഒരു പ്രദക്ഷിണം ചെയ്താൽ മതി, വിഘ്നനാശം വരുത്തും. സൂര്യഭഗവാന് 2 പ്രദക്ഷിണം ചെയ്യണം. സൂര്യഭഗവാന് 2 പ്രദക്ഷിണമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആരോഹണം, മറ്റൊന്ന് അവരോഹണം. അതാണ് ആ 2 എണ്ണം. ആരോഹണം, അവരോഹണം, അങ്ങനെയാണ് 2 പ്രദക്ഷിണം. ശിവന് 3 പ്രദക്ഷിണമാണ് പറഞ്ഞേക്കുന്നത്. ശിവന് 3 പ്രദക്ഷിണം. 1 സൃഷ്ടി, 2 സ്ഥിതി, 3 സംഹാരം. അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാര പ്രതീകമാണ് ശിവന്റെ 3 പ്രദക്ഷിണം. വിഷ്ണുവിനും ദേവിക്കും 4 പ്രദക്ഷിണം. വിഷ്ണുവിനും ദേവിക്കും 4 പ്രദക്ഷിണമാണ്. ചതുർവൃത പുരുഷാർത്ഥങ്ങളുടെ പ്രതീകമാണ് ഈ 4 പ്രദക്ഷിണം എന്ന് പറയുന്നത്. പിന്നെ ശാസ്താവിന് 5 പ്രദക്ഷിണം വെക്കണം. ശാസ്താവിന് 5 പ്രദക്ഷിണമാണ്. മുരുകന് 6 പ്രദക്ഷിണം വെക്കണം. മുരുകന് 6 പ്രദക്ഷിണം വെക്കണം. ആലിന് 7 പ്രദക്ഷിണം വെക്കണം. ആലിന് 7 പ്രദക്ഷിണം. എല്ലാവർക്കും പൊതുവെ 3 പ്രദക്ഷിണം വെക്കാം. എന്നാൽ പൊതുവെ എല്ലാവർക്കും 3 പ്രദക്ഷിണം വെക്കാം. അത് ധർമാർത്ഥ ഭാവങ്ങളെ തൃപ്തിപ്പെടുത്തി മോക്ഷത്തിലെത്തിക്കും. ആദ്യ പ്രദക്ഷിണം പാപനാശം, 2ാം പ്രദക്ഷിണം ദർശനാധികാരിത്വവും, 3ാം പ്രദക്ഷിണം ഐശ്വര്യ സുഖങ്ങളും തരും എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്ര ദർശന സമയത്ത് മനസ്സെപ്പോഴും ഏകാഗ്രമായിരിക്കണം. അങ്ങനെ ക്ഷേത്ര പ്രദക്ഷിണത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അത് കൂടാതെ ക്ഷേത്ര പ്രദക്ഷിണത്തിന് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മതിലിന് പുറത്തുകൂടി പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഉത്തമം. ശ്രീകോവിലിന് ചുറ്റും ചെയ്യുന്ന പ്രദക്ഷിണത്തിന്റെ ഇരട്ടി ഫലം, അതായത് നമ്മൾ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഫലം ചുറ്റമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്താൽ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഫലം ചുറ്റമ്പലത്തിന് ചുറ്റും ആ മതിലിന് പുറത്ത് പ്രദക്ഷിണം ചെയ്താൽ കിട്ടും എന്ന് പറയുന്നു.